ചേരുന്ന ജന്മജന്മാതാഴ്ചകളായിരിക്കും ദുഃഖങ്ങൾ ദുരിതങ്ങൾ സംഭവങ്ങളായി ചമയുന്നതോ നിശ്ചയം മാത്രമാകുന്നത്. മനുഷ്യജന്മങ്ങളായിട്ട് ലഭിക്കുന്ന വസ്തു എന്നാലായതൊക്കെയുള്ള ആശ്രവസ്കൃതങ്ങൾ തുല്യങ്ങളായിട്ടിരിക്കുന്ന സമയത്തിൽ നാം ഓരോരുത്തർക്കും മനുഷ്യജന്മ ലഭിക്കൂ. ഈശ്വര നിശ്ചയത്താൽ മനുഷ്യജന്മ ലഭിച്ച നാം ഓരോരുത്തരും ഒരവസരം വരുന്ന സമയത്തെങ്കിൽ ഈശ്വര സേവ ചെയ്ത് സമൂഹ സേവ ചെയ്ത് ദുരിതനിവൃത്തി വരുത്തിക്കൊള്ളേണ്ടതാകായ വാസുദേവ അങ്ങനെയുള്ള വാസുദേവൻ ഭവാന്മാരായിരിക്കുന്ന കുഞ്ഞുങ്ങളെ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ രക്ഷിക്കട്ടെ. കല്ലമില്ല ക്ലാസ്സിനെ വെച്ചിട്ടല്ലേ നിങ്ങൾ സ്ഥിരം ചെയ്യുന്നത്. ഇനി മിണ്ടരുത്. കേട്ടോടാ കിണ്ടിമുക്ക. ചിരിക്കുന്നവരെയൊക്കെ ഞാൻ ഇങ്ങനെ വിളിക്കും. ഞാൻ ഈ വേഷഭൂഷാദികളോടൊപ്പം കൂടി എന്റെ സുന്ദരന്മാരെയും സുന്ദരിമാരെയും കാണാൻ വന്നിരിക്കുന്ന ഞാൻ ആരാണെന്ന് മനസ്സിലായോ? അറിയോ? ആർക്കെങ്കിലും അറിയോ? ഈ കലാരൂപം എവിടെയെങ്കിലും കണ്ടു? ലക്ഷത്തിൽ നന്നായി പഴുത്ത പഴങ്ങളും ഉച്ചത്തിൽ അങ്ങനെ കണ്ട പവിടവും പച്ചരക്തക്കല്ലും ഒന്നിച്ചു ചേർന്നുള്ള മാലകൾ കൊണ്ടു വിധാനിച്ചിരിക്കുന്നു. മാലോകരൊക്കെയും ശങ്കിക്കുമാറുള്ള ലീലാവിലാസേന നിൽക്കുന്നു വാഴകൾ. ഏത്തവാഴയാണോ? നിങ്ങൾ ചാക്യാർകൂത്തിലെ പുരാണങ്ങളും ഐതിഹ്യങ്ങളും കഥാരൂപത്തിൽ അവതരിപ്പിക്കുമ്പോൾ സന്ദർഭത്തിനനുസരിച്ച് കാണികളെ കൂടി കഥാപാത്രമാക്കി ഒരല്പം തമാശയൊക്കെ ചേർത്ത് ഒരു മെഹമൊടിക്ക് നമ്മളെല്ലാം അല്ലേ എന്താ പറയണേ, നമ്മുടെ പപ്പടം പഴം പായസമൊക്കെ കൂട്ടിങ്ങനെ പിടിച്ച് ചപ്പളി പൊളി പൊളി ചപ്പളി പൊളി പൊളി കാണിക്കില്ല. ആ വിധത്തില് ചാക്യാരെ എല്ലാവരും മുഖത്ത് നോക്കി യേശു തമാശയൊക്കെ പറഞ്ഞിട്ടായിരിക്കും കഥകൾ പറയണത്. അതുകൊണ്ട് എന്റെ മക്കൾക്ക് വിരോധമൊന്നും ഇല്ലല്ലോ, സന്തോഷമാണ് കേട്ടത്. ചാക്യാരെ ഞങ്ങളെ മുഖത്ത് നോക്കി ലേശം കളിയാക്കുന്നുണ്ടല്ലോ എന്ന ചാക്യാർക്ക് കൊടുക്കാൻ കൊട്ടേഷൻ. എല്ലാവർക്കും കൊട്ടേഷൻ ആണല്ലോ അല്ലേ? ഭാര്യ ഭർത്താവിന് കൊടുക്കുന്ന കൊട്ടേഷൻ, ഭർത്താവ് ഭാര്യയെ കൊടുക്കുന്ന കൊട്ടേഷൻ, അച്ഛൻ മകന് കൊടുക്കുന്ന കൊട്ടേഷൻ, മകൻ അച്ഛന് കൊടുക്കുന്നു. അങ്ങനെ സകലഭാഗത്തും കൊട്ടേഷനാണ് കൊട്ടേഷൻ. അപ്പൊ നിങ്ങൾ നിരീക്കട്ടെ, ചാക്യാരെ ദേശം നേരായി ഞങ്ങളെ കളിയാക്കുന്ന കൊടുക്കാൻ ചാക്യാർക്ക് ഒരു കൊട്ടേഷൻ ദേഹോദരമാണ്. ദൈവത്തെ ഓർക്കാൻ ദേഹോദരം ചെയ്യുന്നുണ്ട് ചാക്യാർക്ക്. കാരണം എന്ന് വെച്ചാൽ 2 ഭാര്യ ഒരു കുട്ടി. അയ്യോ പോയി ഒരു ഭാര്യ 2 കുഞ്ഞുങ്ങളായിട്ട് ഒരു കുഞ്ഞു ചാക്യാരാ. അതുകൊണ്ട് ദേഹോദരം ചെയ്യില്ലേ എന്ന് പറഞ്ഞത് നമുക്കവിടെ തുടങ്ങിയാലോ? തുടങ്ങാം മക്കളെ. കേൾക്ക് ഇങ്ങനെ വിളിയാക്കുന്നതാ മക്കളെ.